ഹലോ, നമ്മൾ കാനഡയിൽ നിൽക്കുമ്പോൾ വിസിറ്റർ വിസ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ലേ? വർക്കേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് TRVക്കൊക്കെ ട്രൈ ചെയ്തിട്ടില്ലേ? അതൊരു ചെറിയ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. നമുക്ക് വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റോ ഉണ്ടായിരിക്കണം. പിന്നെ പല റീസൺസ് കൊണ്ട് നമ്മൾ വിസിറ്റർ പെർമിറ്റിന് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ TRVക്കൊക്കെ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വിസ എക്സ്പയർ ആവാറായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വെക്കേഷന് വേണ്ടി നാട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവും. ഇനി മൈനേഴ്സിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പേരൻസിന് അല്ലെങ്കിൽ ഗാർഡിയന് വാലിഡ് ആയിട്ടുള്ള പെർമിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഇനി ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 2 മാസം മുമ്പെങ്കിലും അപ്ലൈ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിസ അപ്രൂവ് ആവുന്നത് വരെ കാനഡ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട്, അവരുടെ സ്റ്റഡി പെർമിറ്റ് ഉണ്ടെങ്കിൽ അത്, നമ്മുടെ കസ്റ്റോഡിയൻ ഡോക്യുമെൻറ്റ്സ്. അഡൾട്ട്സിനാണെന്നുണ്ടെങ്കിൽ വാലിഡ് പെർമിറ്റ് എക്സ്റ്റൻഷൻ അപ്രൂവലിന് പ്രൂഫ് വേണം. എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയറും ലെജിബിളും ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണേ. പിന്നെയുള്ളൊരു സംശയം എന്ന് പറയുന്നത് ബയോമെട്രിക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബയോമെട്രിക്കിൻ്റെ ആവശ്യമില്ല. മെഡിക്കൽ എക്സാം ആവശ്യമുള്ളതും സ്പെസിഫിക് കൺട്രീസിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. പിന്നെ പാരൻസ് ഹെൽത്ത് കെയറിലോ ചൈൽഡ് കെയർ ഫീൽഡിലോ ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ IRCC അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അപ്ലൈ ടു കം ടു കാനഡ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ടെമ്പററി റെസിഡൻറ്റ് വിസ TRV ഫോർ മോർ ദാൻ 6 മന്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. മൈനേഴ്സിന് പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻ അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാനഡയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറയുന്നത് പലരും വിട്ടുപോകുന്ന ഒരു ഫോം ഫില്ലിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കാനഡയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ IMM 5257 എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അത് ഫില്ല് ചെയ്തതിന് ശേഷം ഫീ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒറ്റ ക്ലിക്ക് മതി. IRCC അക്കൗണ്ടിൽ നിന്നും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് അപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നെ അർജൻറ്റ് ട്രാവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ IRCCയുടെ വെബ് ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പെഡിറ്റ് റിക്വസ്റ്റ് അയക്കാവുന്നതുമാണ്. വിസ അപ്രൂവ് ആയാൽ നമുക്ക് IRCC അക്കൗണ്ടിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്രൂവൽ നോട്ടീസ് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ട്രാവൽ ഡോക്യുമെൻറ്റിനോട് കൂടി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇത്രയും സിമ്പിളാണ്. വിസിറ്റർ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് canada.ca/temporary വിസ സന്ദർശിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും സേഫ് ട്രാവൽ. സീ യു സൂൺ വിത്ത് അനദർ ഹെൽപ്ഫുൾ ടിപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.